പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന നവ്യയ്ക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലിൽ അനാമിക വിഷം കലർത്തുന്നുണ്ട്. പക്ഷെ വിഷം കലർത്തിയത് അറിയാതെ ദേവയാനിയാണെങ്കിൽ ആ പാലെടുത്ത് കുടിക്കുന്നുമുണ്ട്. അങ്ങനെ പാല് കുടിച്ച ദേവയാനിക്കാണെങ്കിൽ ആകെ സുഖമില്ലാതാവുകയും ആദർശൻ നയനയും ജയനും കൂടി ദേവയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നവ്യയുടെ റൂമിൽ നിന്ന് നിലവിളി കാതോർത്ത് നിൽക്കുകയായിരുന്നു അനാമികയും രേവതിയും. എന്നാൽ ദേവയാനിയെ സുഖമില്ലാതെ കൊണ്ടുപോകുന്നത് കണ്ട് താങ്കൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന് ചിന്തിക്കുകയാണ് രേവതിയും അനാമികയും. അങ്ങനെ അനന്തപുരിയിലെ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ്. പെട്ടെന്ന് ദേവയാനിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഓർത്ത് എല്ലാവരും ടെൻഷൻ അടിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനോടായിട്ട് പറയുകയാണ്, ജയൻ മാലയിട്ടത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ദേവയാനിക്കാണെങ്കിൽ എപ്പോഴും തളർച്ചയും ക്ഷീണവുമാണ്. ദേവയാനിക്ക് പഴയതുപോലെ ഉഷാറൊന്നുമില്ല എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. ശരീരമാകെ പൊട്ടിപ്പൊളിയുന്നത് പോലെ ദേവയാനി നിലവിളിക്കുന്നത് കണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് മുത്തശ്ശി. ദേവയാനിക്ക് എന്തായിരിക്കും പറ്റിയിരിക്കുക എന്നൊക്കെ ഓർത്ത് മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഇദ്ദേഹം സമാധാനമായിരിക്കൂ, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ജയം വിളിക്കുമായിരിക്കും, അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ അഭിയാണെങ്കിൽ നവ്യയെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയമായിട്ട് ഇവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കേണ്ട സമയം കഴിഞ്ഞു. നവ്യ പാല് കുടിക്കുന്നത് ഞാനും കണ്ടതാണ്. എന്നിട്ട് ഒന്നും സംഭവിക്കാതെ സുഖമായിട്ട് ഉറങ്ങുകയാണ് ഇവൾ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അഭി. അതേസമയം ദേവയാനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ആകെ പരിഭ്രാന്തിയോടെ നടക്കുകയാണ് അനാമികയും രേവതിയും. എന്താണ് അമ്മയെ സംഭവിച്ചത്? നമ്മൾ പ്രതീക്ഷിച്ചവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പകരം വല്യമ്മയ്ക്ക് സുഖമില്ലാതാവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇത്തവണ നമുക്ക് വല്ല അബദ്ധവും പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക. ഇനി എങ്ങാനും നവ്യയ്ക്ക് കലക്കി വെച്ച പാല് വല്യമ്മ എടുത്ത് കുടിച്ച് കാണുമോ? അതായിരിക്കുമോ വല്യമ്മയ്ക്ക് സുഖമില്ലാതായത്? അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ എല്ലാവരും ഇക്കാര്യം അറിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ ആവുകയാണ് അനാമിക. മോള് ടെൻഷൻ ആവണ്ട, എന്തായാലും നമ്മൾ അടുക്കളയിലൊന്നും കയറാറില്ലല്ലോ. ഏതു നേരവും ആ നയനയല്ലേ അടുക്കളയിൽ കയറാറുള്ളത്, അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയാത്തതുപോലെ നിൽക്കണം. ആ നയനയാണല്ലോ പാല് കാച്ചി വെച്ചത്. വിഷം കലർന്ന പാലാണ് ദേവയാനി കുടിച്ചതെന്ന് എല്ലാവരും അറിഞ്ഞാലും ആ കുറ്റം ആ നയനയുടെ തലയിൽ മാത്രമേ വരൂ. നമുക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുകയാണ് രേവതി. തനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായ അസൂയ കൊണ്ട് നയന നവ്യയ്ക്ക് എടുത്തു വെച്ച പാലിൽ വിഷം കലർത്തിയെന്നും പക്ഷെ ആ പാല് ദേവയാനി അബദ്ധത്തിൽ എടുത്ത് കുടിച്ചുവെന്നും എല്ലാവരോടും നമുക്ക് പറയാം, അങ്ങനെ വരുത്തി തീർക്കാം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അതുകൊണ്ട് മോളൊന്ന് സമാധാനമായിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. എന്നാലും അമ്മേ, അവൾമാർക്ക് എന്ത് പണി കൊടുത്താലും അത് നമുക്ക് തന്നെയാണല്ലോ തിരിച്ചു കിട്ടുന്നത്. അവൾമാരുടെ ഒരു ആയുസിന്റെ ബലം. മോളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട, ഇനിയും സമയമുണ്ടല്ലോ, നമുക്കിങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കാം. ചിലപ്പോൾ ഇനി നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല മോളെ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നയനയെ എല്ലാവരും ഇവിടെ നിന്ന് പുറത്താക്കും. ദേവയാനിയുടെ പാലിൽ നയനയാണ് വിഷം കലർത്തിയതെന്ന് ഇവിടെയുള്ളവർ അറിഞ്ഞാൽ പിന്നെ ആ നയനയ്ക്ക് ഇവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അവളെ കയ്യിലേറ്റി നടക്കുന്നവർ തന്നെ അവളെ പുറത്താക്കും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കൂ, അല്ലെങ്കിൽ മോള് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഗൂഢാലോചനകൾ നടത്തുകയാണ് രേവതിയും അനാമികയും. അതേസമയം ഹോസ്പിറ്റലിൽ എത്തിയ ദേവയാനിയുടെ അവസ്ഥയാണെങ്കിൽ ആകെ ഗുരുതരമായിരിക്കും. ഡോക്ടേഴ്സ് എല്ലാവരും മാറി മാറി പരിശോധിക്കുന്നുണ്ട് ദേവയാനിയെ. ആ സമയം ആദർശൻ നയനയും ജയനും ആണെങ്കിൽ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ആദർശനെ വിളിച്ച് പറയുകയാണ്, ദേവയാനിയുടെ ശരീരത്തിൽ മാരകമായ വിഷം കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ അവസ്ഥ വളരെ മോശമാണ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ആദർശൻ നയനയും ജയനും. എന്തൊക്കെയാണ് അച്ചായി കേൾക്കുന്നത്? അമ്മ വിഷം കഴിച്ചെന്നോ? അതിന് മാത്രം അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ആദർശേ. ദേവയാനി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല. ഇതെങ്ങനെയോ അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ദേവയാനിയെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ആരെങ്കിലും വിഷം കലർത്തി കൊടുത്തതാവും. ആരായിരിക്കും ഇത് ചെയ്തത്? എന്തായിരിക്കും ദേവയാനിക്ക് സംഭവിച്ചിരിക്കുക എന്നൊക്കെ ആലോചിച്ച് എത്തും പിടിയും കിട്ടാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് മൂവരും. അപ്പോഴാണ് നയനയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നവ്യേച്ചിക്ക് എടുത്തു വെച്ച പാൽ ആരോ കുടിച്ചതും വീണ്ടും താൻ പാല് തിളപ്പിച്ചതും ഒക്കെ നയന ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. നയന വീണ്ടും ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ്. താൻ നവ്യേച്ചിക്ക് എടുത്തു വെച്ചിരുന്ന പാലായിരിക്കുമോ അമ്മ കുടിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ പാലിൽ ആരാണ് വിഷം കലർത്തിയത് എന്നൊക്കെ ഓർക്കുകയാണ്. ഉറപ്പായും നവ്യേച്ചിക്ക് വെച്ച കെണിയിൽ തന്നെയായിരിക്കും അമ്മ വീണത്. അനാമികയും അവളുടെ അമ്മയും തന്നെയായിരിക്കും പാലിൽ വിഷം കലർത്തിയിരിക്കുക. നവ്യേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇക്കാര്യം ആദർശേട്ടനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, വ്യക്തമായ തെളിവുകൾ കിട്ടിയതിന് ശേഷം പറയാം. എങ്കിലും എന്തൊരു ക്രൂരതയാണ് അനാമികയും അവളുടെ അമ്മയും കൂടി ചെയ്തു വെച്ചത്. എന്തായാലും അവരെ വെറുതെ വിട്ടുകൂടാ എന്നൊക്കെ ചിന്തിക്കുകയാണ് നയന. ഈ സമയം അഭിയാണെങ്കിൽ നവ്യയ്ക്ക് ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ഈ
സമയം അബിയെ ഫോണിൽ വിളിക്കുകയാണ് ജലജ. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് നവ്യയും പതുക്കെ ഉണരുന്നുണ്ട്. നവ്യ എണീറ്റത് അറിയാതെ അബി അമ്മയോട് പറയുകയാണ്, എന്താണ് അമ്മ ഈ സമയത്ത് വിളിക്കുന്നത്? നവ്യയ്ക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മയെ അനാമികയും രേവതിയും കൂടി പറ്റിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അബി. ഇതൊക്കെ ഞാൻ പറയാൻ വേണ്ട, അതിനു മുൻപ് നീ ഒന്ന് പുറത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് അബിയെ പുറത്തേക്ക് വിളിക്കുകയാണ് ജലജ. അബി ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് ചില സംശയങ്ങളൊക്കെ നവ്യയ്ക്ക് തോന്നുന്നുണ്ട്. അബി അങ്ങനെ പുറത്തേക്ക് വന്നതും ദേവ്യാനിക്ക് സുഖമില്ലാത്തതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ജലജ അബിയോട് പറയുന്നുണ്ട്. എന്നാൽ ജലജയും അബിയും പറയുന്നതെല്ലാം നവ്യ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. വല്യമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അബി ചോദിക്കുമ്പോൾ, എനിക്കറിയില്ലടാ, ചിലപ്പോൾ പാല് മാറിപ്പോയോ? നവ്യയ്ക്ക് എടുത്തു വെച്ച പാല് ഏടത്തി കുടിച്ചു കാണുമോ? അതുകൊണ്ടാണ് ഏടത്തിക്ക് വയ്യാതായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല അമ്മേ, വല്യമ്മയ്ക്ക് വേറെന്തെങ്കിലും ആയിരിക്കും. വല്യമ്മയ്ക്ക് കുറച്ച് ദിവസമായി തീരെ സുഖമില്ല, ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നതല്ലേ. എനിക്ക് തോന്നുന്നത് അവൾമാരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അവൾമാർ അമ്മയെ പറ്റിച്ചതായിരിക്കും. നയന കൊണ്ടുവന്ന പാല് നയന മുഴുവനും കുടിച്ചതാണ്. അവൾക്കൊരു കുഴപ്പവുമില്ല, അവൾ റൂമിൽ കിടന്നുറങ്ങുകയാണ്. ഒന്നുകിൽ അവർ അമ്മയെ പറ്റിച്ചു, അല്ലെങ്കിൽ ഈ പ്ലാൻ അവർ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് കാണും എന്നൊക്കെ അബി ജലജയോട് പറയുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ലടാ, ആ അനാമികയും അവളുടെ അമ്മയും ഒന്നും പിന്നേക്ക് വെക്കാറില്ല. അനാമിക പാലിൽ വിഷം കലർത്തുന്നത് ഞാൻ കണ്ടതാണ്, അത് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് എന്തെങ്കിലും പ്രശ്നമായാൽ നമ്മുടെ തലയിൽ ആകരുത് എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. സംശയമുണ്ടെങ്കിൽ നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ആ വീഡിയോ അബിക്ക് നേരെ നീട്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഉയർത്തിപ്പിടിച്ച ആ വീഡിയോ എല്ലാം കാണുന്നത് നവ്യയും കാണുന്നുണ്ട്. നവ്യയാണെങ്കിൽ ആ വീഡിയോ എല്ലാം കണ്ടിട്ട് ആകെ കണ്ണ് തള്ളുകയാണ്. എന്നിട്ടും എന്താ അവൾക്കൊരു കുഴപ്പവുമില്ലാത്തത്? എൻ്റെ കൺമുന്നിൽ വെച്ച് മുഴുവൻ പാല് അവൾ കുടിച്ചതാണ് എന്നൊക്കെ അബി പറയുമ്പോൾ, എൻ്റെ സംശയം ആ പാല് മാറി ഏടത്തി കുടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഏടത്തിക്ക് വയ്യാതായത്. എന്തായാലും കാണാം എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. എന്നാലും അമ്മേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവൾക്ക് സുഖമില്ലാതാവുന്നതും അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്നതുമെല്ലാം. അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീരുമെന്ന് കരുതിയാണ് ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി അവളെ പുറത്ത് കൊണ്ടുപോയതും സന്തോഷിപ്പിച്ചതുമെല്ലാം. നീ വിഷമിക്കേണ്ട മോനെ, എന്തായാലും ഇതുകൊണ്ടൊന്നും അനാമികയും അവളുടെ അമ്മയും അടങ്ങി നിൽക്കില്ല. ഈ വീഡിയോ എന്തായാലും ഒരു തെളിവിന് കയ്യിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഫോൺ പിടിച്ചു നിൽക്കുന്ന സമയത്താണ് നവ്യ ആ ഫോൺ ജലജയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത്. ഇതായിരുന്നില്ല അബി നിന്റെ മാറ്റത്തിന് പിന്നിൽ? ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ. വല്യമ്മയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ കാരണം നിങ്ങളാണെങ്കിൽ ഈ നവ്യയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. നവ്യ ഫോണുമായി പോകുന്നത് കണ്ട് ആകെ ടെൻഷനായി നിൽക്കുകയാണ് അബിയും ജലജയും. അതേസമയം ദേവയാനിയാണെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ തുടരുകയാണ്. അനന്തപുരിയിൽ എല്ലാവരും ദേവയാനിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ നവ്യയും ഒന്നും അറിയാത്ത പോലെ ജലജയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഫോണുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നല്ലൊരു തെളിവ് നവ്യയുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ജലജ ഒന്നും പറയാതെ നവ്യയുടെ പിറകെ തന്നെ നടക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനോട് ഡോക്ടർ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദേവയാനി കുടിച്ച പാലിൽ കൊടുവിഷം കലർന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ അവസ്ഥ അത്രയും മോശമാണെന്നും ഒക്കെ ഡോക്ടർ മുത്തശ്ശനോട് പറയുകയാണ്. അതെങ്ങനെയാണ് പാലിൽ വിഷം കലർന്നത്? നയന മോളെ, നിനക്ക് വല്ലതും അറിയാമോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അങ്ങനെ നയന സംഭവിച്ച കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറയുന്നുണ്ട്. ചേച്ചിക്ക് വേണ്ടി പാല് കാച്ചി വെച്ചിരുന്നു, പിന്നീട് തണുത്തിട്ട് എടുക്കാമെന്ന് കരുതി അവിടെ നിന്ന് പോയിരുന്നു. ആ പാലായിരിക്കും അമ്മ എടുത്ത് കുടിച്ചിരിക്കുക. പക്ഷെ ആ പാലിൽ എങ്ങനെയാണ് വിഷം കലർന്നത് എന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് നയന കരയുകയാണ്. അത് കേട്ടതും അനാമിക ചാടി കയറി പറയുകയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ, ഇവൾ തന്നെയാണ് കള്ളി. നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവൾ മനഃപൂർവ്വം വിഷം കലർത്തിയതാണ്. അപ്പോഴേക്കും ആദർശ് പറയുകയാണ്, അനാമികെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നീ പറയണ്ട. ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അതിനെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നവ്യയാണെങ്കിൽ അനാമിക ഏതുവരെ പറയും എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അനാമിക നയനെ കുറ്റപ്പെടുത്തുമ്പോൾ ജാനകി അത് ഏറ്റു പറയുകയാണ്. അനാമിക മോൾ പറഞ്ഞത് വളരെ ശരിയാണ്. തനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായത് നയനയ്ക്ക് തീരെ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നയനയാണെങ്കിൽ ആകെ വിഷമത്തോടെ കരയുകയാണ്. ആ സമയം ആദർശ് നയനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ വന്നിട്ട് നയനയോട് പറയുകയാണ്, നയനെ, ഇനി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? എന്താ ഇത് ചെയ്തവരെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. വല്യമ്മയെ ഈ അവസ്ഥയിൽ എത്തിക്കാൻ കാരണമായവരെ ഇത്തവണയെങ്കിലും എല്ലാവർക്കും മുമ്പിലേക്ക് കൊണ്ടുവരണം. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ആദർശേട്ടനും വാ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ആദർശിനോടും നയനയോട് മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ പേടിയോടെ നോക്കി നിൽക്കുകയാണ് ജലജ അബിയോട് പറയുകയാണ്, കണ്ട മോനെ, ആദർശിനോട് എല്ലാ കാര്യങ്ങളും നവ്യ പറയാൻ പോകുന്നുണ്ട്. ആദർശൻ അറിഞ്ഞാൽ എല്ലാം തകരും എന്നൊക്കെ ജലജ പറയുമ്പോൾ, അമ്മയൊന്നും മിണ്ടാതിരിക്കേ, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തത് അനാമികയും അവളുടെ അമ്മയും കൂടിയല്ലേ. അവർ പാലിൽ വിഷം കലർത്തുന്ന വീഡിയോയാണ് നവ്യയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല
എന്നൊക്കെ പറയുകയാണ് അബി. അങ്ങനെ നവ്യ ആദർശിനോടും നയനയോടും പറയുകയാണ്, ആ അനാമികയും അവളുടെ അമ്മയും തന്നെയാണ് ഇതിന് പിന്നിൽ. എനിക്ക് നല്ല സംശയമുണ്ട്. അന്ന് ആ പായസത്തിൽ അവർ എന്തോ ചേർത്തു. അതന്ന് ഞാൻ കയ്യോടെ പിടികൂടിയത് കൊണ്ട് അവർക്ക് നല്ലൊരു പണി ഞാൻ തിരിച്ചു കൊടുത്തു. ഇതും അവർ തന്നെയാണ് ചെയ്തിരിക്കുക എന്നെനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ നവ്യ പറയുമ്പോൾ നാനിയും അത് ശരിവെക്കുന്നുണ്ട്. ആ സമയം ആദർശ് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ ഒരു തെളിവില്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുകയാണെന്ന് എല്ലാവരും കരുതും. എന്തായാലും നോക്കട്ടെ, ഇത് ചെയ്തവരെ കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ ആദർശ് പറയും. സമയം നവ്യ പറയുകയാണ്, തെളിവില്ല എന്ന് ആരാ പറഞ്ഞത്? തെളിവുണ്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ അമ്മായിയമ്മയുടെ ഫോണാണ്. അനാമിക പാലിൽ വിഷം കലർത്തുന്ന വീഡിയോ എൻ്റെ അമ്മായിയമ്മ എടുത്തതാണ്. പക്ഷെ അവർ ഒന്നും പ്രതികരിക്കാതെ അതിനെല്ലാം സപ്പോർട്ടായി വീഡിയോ എടുക്കുകയാണ്. അവർ വീഡിയോ എടുത്തത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ വീഡിയോ സത്യത്തിൽ ഉപകാരപ്പെട്ടത് നമുക്കാണ്. ആ വീഡിയോ കണ്ട ആദർശും നയനയും ആകെ നടുങ്ങി പോവുകയാണ്. ഇത്രയും വലിയൊരു ദുഷ്ടതരം ചെയ്യാൻ മാത്രം ക്രൂരന്മാരായി പോയല്ലോ അനാമികയും അവളുടെ അമ്മയും എന്നൊക്കെ ചിന്തിക്കുകയാണ് ആദർശ്. എന്തായാലും ഇവരെ വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ നയന ആദർശിനെ തടയുകയാണ്. ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കേണ്ട, എന്തായാലും അമ്മയുടെ ആരോഗ്യസ്ഥിതി ഒന്ന് മെച്ചപ്പെടട്ടെ, അതിനുശേഷം പോലീസിനെ വിളിക്കുക എന്നൊക്കെ നയന പറയുമ്പോൾ, അപ്പോൾ കുറ്റം ചെയ്തവരെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയ തെറ്റ് ചെയ്ത അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും തക്കതായ ശിക്ഷ തന്നെ നൽകണം, അല്ലെങ്കിൽ ആ തെറ്റ് അവർ വീണ്ടും ആവർത്തിക്കും. പക്ഷെ ഇപ്പോൾ പോലീസുകാരെല്ലാം വന്ന് ആകെ പ്രശ്നമായി. അനാമികയും അവളുടെ അമ്മയും കൊണ്ടുപോകുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിനെ തന്നെയാണ് ബാധിക്കുക. നമ്മുടെ അനന്തപുരി തറവാടിന്റെ മാനം തന്നെ പോകില്ലേ? അതുകൊണ്ട് ആദർശേട്ടൻ ഒന്ന് സമാധാനപ്പെടും. അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് വരെ കാത്തിരിക്കണം. അതിനുശേഷം തക്കതായ നടപടി തന്നെ അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും എതിരെ എടുക്കണം. നയനയുടെ വാക്കുകൾ കേട്ട് ആദർശ് അടങ്ങിയെങ്കിലും അനാമികയോടും അവളുടെ അമ്മയോടും സഹിക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ആദർശ്. ഇനി ഒരിക്കലും അനന്തപുരി തറവാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുതെന്നും അതുകൊണ്ട് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും തക്കതായ ശിക്ഷ തന്നെ നൽകണം എന്ന തീരുമാനത്തിലാണ് ആദർശും നയനയും നവ്യയും.